Hi students, നമ്മൾ ഇനി 231ാമത്തെ പേജിലെ 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നോക്കാം. Find the equation of the circle with the center at the origin and radius 5. Write the coordinates of the 8 points on the circle. കേന്ദ്രം ആധാരബിന്ദുവും ആരം 5ഉമായ വൃത്തത്തിന്റെ സമവാക്യം കണ്ടുപിടിക്കുക. ഈ വൃത്തത്തിലെ 8 ബിന്ദുക്കളുടെ സൂചക സംഖ്യകൾ എഴുതുക. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഒരു സർക്കിൾ ഉണ്ട്. ആ സർക്കിളിന്റെ സെന്റർ എന്ന് പറയുന്നത് ഒറിജിൻ ആണ്. ഇത് എക്സ് ആക്സിസും ഇത് വൈ ആക്സിസും ആണ്. അപ്പോൾ ഈ ഒറിജിന്റെ പൊസിഷനിലാണ് നമ്മുടെ സെന്റർ കിടക്കുന്നത് സർക്കിളിന്റെ. ഓക്കെ, ഇതിലുള്ള 8 പോയിന്റ്സുകൾ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ കുറേ പോയിന്റ്സുകൾ ഉണ്ടാവും. ഇതിൽ 8 പോയിന്റ്സുകൾ കണ്ടെത്തണം. ഇതിൽ ഈ പോയിന്റും ഇങ്ങനത്തെ 4 പോയിന്റ്സ് കണ്ടെത്താൻ സുഖമാണ്. കാരണം എന്താ വെച്ചാൽ ഇത് ആക്സിസിലാണ് കിടക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യം ഇക്വേഷൻ നോക്കണം. x² + y² = r². ഇതാണ് സർക്കിളിന്റെ ഇക്വേഷൻ. r എന്ന് പറയുന്നത് റേഡിയസ് ആണ്. ഓക്കെ, നമുക്ക് ഇവിടെ r എന്താ തന്നിട്ടുള്ളത്? 5 ആണ് തന്നിട്ടുള്ളത് അല്ലെ? റേഡിയസ് 5 എന്ന് പറഞ്ഞിട്ടുണ്ട്. x² + y² = 5². അപ്പോൾ 5² എന്ന് വെച്ചാൽ എത്ര? 25. അത് നമുക്ക് അവിടെ എഴുതി കൊടുക്കാം. x² + y² = 25. ഇനിയുള്ളത് നമുക്ക് x-നെ 0 ആക്കി കൊടുക്കാം. x 0 ആകുന്ന പൊസിഷൻ ഏതാണ്? ഈ y ആക്സിസിലാണ് x 0 ആകുന്നത്. ഇവിടെ x 0 ആയിക്കാരം. ഈ x ആക്സിസിൽ എന്തായിക്കാരം? y 0 ആയിക്കാരം. ഓക്കെ, നമുക്ക് ഈ ഒരു ഭാഗത്ത് നോക്കാം. x 0 ആകുമ്പോൾ x² + y² = 25 എന്നല്ലേ? x-ന്റെ ഭാഗത്ത് നമ്മൾ 0 ആക്കി കൊടുക്കുക. 0 + y² = 25. സോ y² എന്ന് പറയുന്നത് എന്തായിക്കാരം? 25 ആയിക്കാരം. y എന്ന് പറഞ്ഞാൽ ±√25 ആയിക്കാരം. √25 എന്ന് വെച്ചാൽ എത്ര? 5 ആണ്. സോ നമുക്ക് ±5 എന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ y എന്ന് പറയുന്നത് ±5 ആണ്. സോ പോയിന്റ് ഏതായിക്കാരം? 0 - 5 ഉണ്ടാകും, 0 5 ഉണ്ടാകും. ഇവിടെ എങ്ങനെ 0 വന്നത്? x 0 ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ y എന്തായിക്കാരം? ±5 ആണ്. അപ്പോൾ നമുക്ക് -5 ഇട്ട് കൊടുക്കാം, +5 ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി അടുത്ത പോയിന്റ്സ് നോക്കാം. നമ്മളിവിടെ x-ന് 0 ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ y-ന് 0 ഇട്ട് കൊടുക്കാം. y 0 ആകുന്നത് ഏതിലാണ്? x ആക്സിസിലാണ്. ഓക്കെ, y = 0, x² + y² = 25. ഇവിടെ നമ്മൾ y-ന്റെ പൊസിഷനിൽ എന്താക്കണം? 0 ആക്കി എടുക്കാം. x² + 0 = 25. സോ നമുക്ക് എന്തായിക്കാരം? x² എന്ന് പറയുന്നത് 25 ആവും. സോ നമുക്ക് x എന്ന് പറയുന്നത് എന്തായിക്കാരം? ±√25 എന്നാകും. ഓക്കെ, √25 എന്ന് വെച്ചാൽ എത്ര? 5 ആണ്. സോ നമുക്ക് എഴുതാം ±5. പോയിന്റ്സ് എന്തായിക്കാരം? x-ന്റെ പൊസിഷനിൽ പ്ലസ് അല്ലെങ്കിൽ -5 ഇട്ട് കൊടുക്കണം. y-ന്റെ പൊസിഷനിൽ എത്ര ഇട്ട് കൊടുക്കേണ്ടത്? 0. ഓക്കെ, പോയിന്റ്സ് ഏതായിക്കാരം? -5 0, പിന്നെ 5 0. ഓക്കെ, അതെവിടെ വരിക? ഇവിടെ -5 0 വരും, ഇവിടെ 5 0 വരും. ഇവിടെ ഏത് വരിക? 0 5 വരും. ഇവിടെ 0 -5 വരും. ഇനി നമുക്ക് x-ന് 1 ഇട്ട് കൊടുക്കാം. നേരത്തെ നമ്മൾ x-ന് 0 ഇട്ട് കൊടുത്തു, y-ന് 0 ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് x-ന് 1 ഇട്ട് കൊടുക്കാം, y-ന് 1 ഇട്ട് കൊടുക്കാം. x-ന് ഏത് വാല്യൂ ഇട്ട് കൊടുക്കാം കേട്ടോ, നമുക്ക് ഇഷ്ടമല്ലത്. ഇപ്പോൾ ഇനി വേണമെങ്കിൽ 4 3 ഓക്കെ 3 ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എന്താവും? y 4 ആകും. അത് 3² + 4² = 25 ആയിക്കാരം. അത് കൂട്ടിയാൽ നമുക്ക് കിട്ടും അല്ലേ? 9 + 16 ആവും. 9 ഉം 16 കൂട്ടിയാൽ 25. ഓക്കെ, അപ്പോൾ അത് നോക്കണ്ട, നിങ്ങൾ ഇത് നോക്കിക്കോളി. അത് അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞതാ. x = 1, x² + y² = 25 എന്നിട്ടാണ്. x-ന് നമ്മൾ 1 ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഈ x-ന്റെ പൊസിഷന് 1 ഇട്ട് കൊടുക്കാം. അപ്പോൾ 1² എന്ന് വെച്ചാൽ എത്രയും 1 അല്ലേ? 1² എന്ന് വെച്ചാൽ 1 തന്നെയാണ്. +y² അതുപോലെ ഇട്ട് കൊടുക്കാം, = 25. ഇനിയുള്ളത് ഈ 1-ന് അപ്പുറത്തേക്ക് കൊടുക്കാം. 1 ഇവിടെ എന്താണ്?
പ്ലസ് ആണ്, സോ അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് ആകും. വൈ സ്ക്വയർ ഇസ് ഇക്വൽ ടു 25 മൈനസ് 1. 25 മൈനസ് 1 എന്ന് വെച്ചാൽ 24 ആണ്. സോ വൈ എന്ന് പറയുമ്പോൾ എന്തായിക്കാരം സ്ക്വയർ പോകുമ്പോൾ റൂട്ട് ആകും. ഓക്കെ, പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 24 എന്നാകും. അപ്പോൾ പോയിന്റ്സ് ഏതൊക്കെയായിക്കാരം? എക്സിന്റെ ഭാഗത്ത് 1 ഇട്ട് കൊടുക്കണം. ഓക്കെ, ഇനി വൈൻ്റെ ഭാഗത്താണ് മൈനസ് 24 പ്ലസ് 24 ഇട്ട് കൊടുക്കേണ്ടത്. 1 മൈനസ് റൂട്ട് 24 ആകും, പിന്നെ 1 റൂട്ട് 24 ആകും. ഓക്കെ, സോ നമുക്ക് നേരത്തെ എന്താ ചെയ്തിരുന്നത്? എക്സിന് 0 ഇട്ട് കൊടുത്തു, പിന്നെ അതേപോലെ വൈന് 0 ഇട്ട് കൊടുത്തു. അതേപോലെയാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ഇവിടെ എക്സിന് 1 ഇട്ട് കൊടുത്തു. ഓക്കെ, ഇനി വൈന് 1 ഇട്ട് കൊടുക്കണം. വൈൻ്റെ പൊസിഷനിൽ 1 ഇട്ട് കൊടുക്കുമ്പോൾ എന്താകും? എക്സ് ഇതേ വാല്യൂവിനേക്കാരം കിട്ടുക. കാരണം വെച്ചാൽ നമുക്ക് ഒന്നുകൂടെ ചെയ്ത് നോക്കാം. നമ്മൾ വൈൻ്റെ ഭാഗത്ത് 1 ഇട്ട് കൊടുക്കുന്നു, അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 1 ആകും ഈസ് ഇക്വൽ ടു 25 ആകും. എന്താവും? എക്സ് സ്ക്വയർ ഇവിടെ പോകും, ഈ 1 അപ്പുറത്ത് പോകും. 25 മൈനസ് 1 എന്തേക്കാരം 24. എക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് 24. നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതേപോലെ ആകും. ഓക്കെ, നമുക്ക് എന്ത് എഴുതാം? മൈനസ് റൂട്ട് 24 1 ആകും, പിന്നെ റൂട്ട് 24 1 ആകും. ഓക്കെ, ഇതാണ് പോയിന്റ്സ്. നമ്മളോട് എന്താ ചോദിച്ചിട്ടുള്ളത്? 8 പോയിന്റ്സ് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? 8 പോയിന്റ്സ് ഏതൊക്കെയാണ് നേരത്തെ കിട്ടിയിട്ടുള്ളത്? 0 മൈനസ് 5 0 5 മൈനസ് 5 0 5 0. പിന്നെ ഇപ്പം കണ്ടെത്തിയിട്ടുള്ള 1 മൈനസ് റൂട്ട് 24 1 റൂട്ട് 24 മൈനസ് റൂട്ട് 24 1 റൂട്ട് 24 1. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.